നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു നേതാവാണ്. PSC റാങ്ക് ലിസ്റ്റ് വൈകുന്ന അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? അല്ല, ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റുമായിട്ടും പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ PSC റാങ്ക് കോഴേഴ്സുമായിട്ട് നമ്മൾ അടുത്ത് നിന്നത്. ഞാൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്ത് PSC റാങ്ക് കോഴേഴ്സ് ഒരു 15 അസോസിയേഷനുകൾ ചേർത്ത് ഞങ്ങളൊരു സമരസമിതി ഉണ്ടാക്കിയിരുന്നു. ഒരു വലിയ മൂവ്മെന്റ് ആണെന്ന് ഞങ്ങൾ അക്കാലത്ത് നടത്തിയത്. അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അന്ന് LDF ഭരണത്തിലാണ്. അതുകൊണ്ട് തന്നെ DYFI അരങ്ങിയിട്ടില്ല, DYFI ബില്ലില്ല. അപ്പൊ LDF ഭരണത്തിലാണെങ്കിൽ ഈ നാട്ടിൽ നിയമന നിരോധനമില്ല എന്നുള്ളതാണ് DYFIയുടെ നിലപാട്. അതുകൊണ്ട് അവരൊന്നും വേണ്ടിയിട്ടില്ല. അന്ന് നിരവധിയായിട്ടുള്ള സമരങ്ങൾ, കൂട്ടായ്മകൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ PSC റാങ്ക് കോഴേഴ്സ് അസോസിയേഷനെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുണ്ടായി. സ്റ്റാഫ് നഴ്സ് അസോസിയേഷൻ, അതിൽ എടുത്തു പറയേണ്ടത് അന്നത്തെ KSRTC നിയമനങ്ങളെ സംബന്ധിച്ചാണ്. 9300 പേർക്ക് KSRTCയുടെ അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടന്ന് നിയമനം നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അത് ഇടപെട്ട്, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണത്, ഏറ്റവും കൂടുതൽ ഇടപെട്ട് സമരങ്ങൾ ചെയ്ത് അവസാനം എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതൊരു വലിയൊരു സമര വിജയമായിരുന്നു ഞങ്ങളുടെ യുവമോർച്ചയുടെ അക്കാലത്തേത്. അതുപോലെ നിരവധി സമരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ളത്, നിയമനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് സമരങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടിയൊക്കെ കിട്ടുക എന്നുള്ളതും സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. വിദ്യാർത്ഥി കാലഘട്ടം തൊട്ടും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് നിരവധി. പക്ഷേ ഒരു സമരത്തിന് പോയി ലാത്തി ചാർജ് ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമരത്തിന് പോയി അടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ, നമ്മളാ സമരത്തിന് ഉയർത്തുന്ന ആ ആവശ്യത്തോട് അങ്ങേയറ്റം നമ്മൾ കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരു സമരം അത്രയും തീവ്രമായി പോകുന്ന സമയത്ത് ചിലരൊക്കെ പരിഹസിക്കും, ഇവർക്ക് വേറെ പണിയില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഉയർത്തുന്ന ആ ആവശ്യത്തോട് വിട്ടുവീഴ്ചയും സന്ധിയും ഇല്ലാത്ത നിലപാടാണ് നമ്മുടേതെന്നുള്ള പ്രഖ്യാപനമാണ് ലാത്തി ചാർജുകൾ.